സംഗതി ആത്മാർത്ഥത കൊണ്ട് ഒക്കെ ചെയ്യുന്നതാകാം. വൈകി വരുന്നയാളെ വേഗം പരിഗണിക്കുന്നത് കൊണ്ടാകാം. പക്ഷേ നിയമം അറിയാത്തതിനാൽ അബദ്ധമാണ് ചെയ്തു പോകുന്നത്. രണ്ടാമതൊരാളുടെ സാന്നിധ്യമറിയുമ്പോഴേക്ക് പിന്നിലേക്ക് ചെന്നു ചേരാൻ പാടില്ല. പറഞ്ഞു വരുന്നത്, ഒരിമാമും ഒരു മഅ്മൂമും നിസ്കരിച്ചു കൊണ്ടിരിക്കവേ രണ്ടാമതൊരു മഅ്മൂം നിസ്കാരസ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അവിടെ രണ്ടാമത്തെ മഅ്മൂമിൻ്റെ സാന്നിധ്യമറിയുമ്പോഴേക്ക് ഇമാമിനോടൊപ്പമുള്ള വലതുഭാഗത്തുള്ള മഅ്മൂം പെട്ടെന്ന് തന്നെ പിറകിൽ ഒരു സഫ് രൂപീകരിക്കുന്നതിനു വേണ്ടി പിന്നിലേക്കങ്ങ് നീങ്ങുകയാണ്. കർമ്മശാസ്ത്രപരമായി അതൊരു തെറ്റായ നടപടിയാണ്. ശരിയായ നടപടിക്രമം കർമ്മശാസ്ത്ര ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരിമാമും ഒരു മഅ്മൂമും കൂടി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമതൊരു മഅ്മൂം വരുമ്പോൾ ഇമാമിൻ്റെ ഇടത് ഭാഗത്ത് നിൽക്കണം. എന്നിട്ട് രണ്ടാമത്തെ മഅ്മൂം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം, കൈ കെട്ടണം. എന്നിട്ടാണ് രണ്ടുപേരും ഒരുമിച്ച് പിന്നിലേക്ക് അമിതമായ അനക്കം വരാത്ത വിധം ശാന്തമായി പിന്നിലേക്ക് ഒരു സഫായി ഒരുമിക്കേണ്ടത്.